കാസർഗോഡിന്റെ ബഹുമാന്യനായ MP രാജ്മോഹൻ ഉണ്ണിത്താൻ സാറാണ് ഇപ്പോൾ എന്നോട് കൂടിയുള്ളത്. സാർ, ഇപ്പോൾ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിനോട് പറയാനുള്ളത്? അല്ല, ഇതിന് പ്രത്യേകിച്ച് ന്യായീകരണമൊന്നുമില്ല. കാര്യം ഒപെക് രാജ്യങ്ങളിൽ നമുക്കറിയാമല്ലോ, ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന സകല രാജ്യങ്ങളിലും പെട്രോളിൻ്റെ വിലയിലും ഡീസലിൻ്റെ വിലയിലും മാറ്റം വരാറുണ്ട്. കാര്യം ക്രൂഡ് ഓയിലിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്ത് പെട്രോളും ഡീസലും അതുപോലെ തന്നെ മണ്ണെണ്ണയൊക്കെ ആയിട്ട് വേർതിരിക്കുന്നത്. കുക്കിംഗ് ഗ്യാസൊക്കെ വേർതിരിക്കുന്നത് എല്ലാം ക്രൂഡ് ഓയിലിൽ നിന്നാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ എപ്പോഴും ഇതിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഒപെക് രാജ്യങ്ങളുണ്ടാകുന്ന വിലയുടെ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. പക്ഷേ ആ ഒപെക് രാജ്യങ്ങൾ വളരെ വിലക്കുറവുള്ള സമയത്ത് പോലും ഇന്ത്യയിൽ യാതൊരു വില വ്യത്യാസവും കാണുന്നില്ല. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൻ്റെ മറവിൽ നമുക്കറിയാമല്ലോ, ഈ കടലിലൂടെ എണ്ണക്കപ്പലുകൾ കടത്തി വിടാൻ ഇറാൻ വിസമ്മതിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ വില കൂട്ടുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ അതിൻ്റെ പേരിൽ വില കൂട്ടേണ്ട ഒരു സാഹചര്യമില്ല. ഇന്ത്യയിലല്ലാതെ ഒരു രാജ്യത്തും വില കൂട്ടുന്നില്ല. ഇപ്പോൾ ഗ്യാസിനൊക്കെ കൊമേഴ്സ്യൽ ഗ്യാസിന് വില കൂട്ടിയിരിക്കുന്ന 3000 രൂപയാണ്. ഇപ്പോൾ മൻമോഹൻ സിംഗ് അധികാരം ഏൽപ്പിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ലിറ്റർ ഡീസലിനും പെട്രോളിനുമുള്ള വില എത്രയാണെന്നറിയാം. 50 രൂപയ്ക്ക് താഴെയാണ്. അത് ഒരു കാരണവശാലും വർദ്ധിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ ഗവൺമെൻറ്റാണ് ഇപ്പോൾ 105 രൂപ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ GSTയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ അടിയന്തരമായി മാറ്റിയാൽ പെട്രോളിൻ്റെ ഈ വില വർധനയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റും. GST കൗൺസിലിൽ നിരവധി പ്രാവശ്യം പെട്രോളിയം ഉൽപ്പന്നങ്ങളെ എക്സംപ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറയുന്ന സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിമാരാണ് GST കൗൺസിലുള്ളത്. അവരാരും സമ്മതിക്കുന്നില്ല. അപ്പോൾ രണ്ട് അധിക നികുതി ഉണ്ടല്ലോ. കേന്ദ്ര ഗവൺമെൻറ് നികുതി കൂടാതെ കേരള ഗവൺമെൻറ് ചുമത്തുന്ന നികുതിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് വിലവർധന ഉണ്ടായപ്പോൾ കേരളം അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി വേണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് കേരളത്തിൽ അന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടിയിട്ടില്ല. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ മറവിൽ പെട്രോളിയം കമ്പനികൾക്ക് കോടാനുകോടിയുടെ ലാഭം ഉണ്ടാക്കി കൊടുക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നത്. ഇത് ഒരു ജനദ്രോഹ നടപടിയാണ്. കോർപ്പറേറ്റുകളുടെ താല്പര്യമല്ലാതെ സാധാരണക്കാരോട് യാതൊരു താല്പര്യവുമില്ല എന്ന് ഒരിക്കൽ കൂടി ഈ തീരുമാനം എടുത്തതിലൂടെ കേന്ദ്ര ഗവൺമെൻറ് തെളിയിച്ചിരിക്കുന്നു.